ഇന്ന് ഞാൻ വൈകുന്നേരത്തിൽ നിന്നും തുടങ്ങാമെന്ന് കരുതി. കാരണം പകൽ മുഴുവൻ എനിക്ക് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് ഒന്ന് ഫ്രീ ആയത്. അപ്പോൾ പി ജിയുടെ അടുത്ത് തന്നെ നല്ലൊരു ചായക്കടയുണ്ട്. അങ്ങോട്ടേക്ക് പോകാമല്ലോ എന്ന് കരുതി നടന്നതാണ്. പട്ടികളെയൊക്കെ കണ്ടില്ലേ എന്ത് സുഖമായിട്ടാണ് തുണിയൊക്കെ വിരിച്ച് കിടക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ചായക്കട. നല്ലൊരു സ്ട്രോങ് ചായ ഓർഡർ ചെയ്തു. ഞാൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പം ക്ലൈമറ്റൊക്കെ ഒന്ന് ചെറുതായിട്ട് മങ്ങിയ പോലെ എനിക്ക് തോന്നി. മഴയുടെ ലക്ഷണമാണോ എന്ന് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ശരിയാണ്. ദേ പെട്ടെന്നായിരുന്നു കേട്ടോ മഴ. ആക്ച്വലി ഞാനും പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പോൾ മഴയത്ത് അറിയാമല്ലോ, നമുക്ക് മഴയത്താണ് കൂടുതൽ പുറത്തിറങ്ങാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം. പിന്നെ മഴയിൽ ഈ പ്രകൃതിയൊക്കെ രസിക്കുക എന്ന് പറയുന്ന ഒരു പ്രത്യേക ഭംഗി കൂടെയാണല്ലോ. എന്തായാലും ഞാൻ കുറച്ച് വീഡിയോസൊക്കെ പിടിച്ചു. പിന്നെ ഞാൻ നേരെ വന്നത് നമ്മുടെ ഹെൽത്ത് ആൻഡ് ഗ്ലോയിലേക്കാണ്. എൻ്റെ സ്കിന്ന് കുറച്ച് കാണിക്കണമായിരുന്നു. കാരണം ഞാൻ എൻ്റെ സ്കിന്ന് ശ്രദ്ധിക്കാതെ ഒരു 8-9 മാസത്തിന് മേലെയായി. ക്യാമറയിൽ പിടിക്കുമ്പോൾ ഭയങ്കര ക്ലാരിറ്റി കാരണം വീഡിയോയിൽ നിങ്ങൾ കരുതും ആ ഒരു കുഴപ്പമില്ലല്ലോ എന്ന്. പക്ഷേ സ്കിന്നൊക്കെ നല്ലപോലെ ചൊറി പിടിച്ച പോലെയുണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ ഫേസ് വാഷും എന്താ പറയുക ടോണർ, സീറം, മോയ്സ്ചറൈസർ, പിന്നെ ഒരു സൺസ്ക്രീൻ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ മുമ്പേ യൂസ് ചെയ്ത പ്രൊഡക്റ്റുകളാണ്. ഈ 8 മാസം ഞാൻ പറഞ്ഞല്ലോ ഇതൊന്നും ഉപയോഗിക്കാണ്ട് എൻ്റെ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആയിട്ട് ഒരുമാതിരി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി മുതൽ അതൊന്നും പറ്റില്ല. നല്ല സുന്ദരി മോളാകാൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാ സാധനങ്ങളും അത്യാവശ്യം ഒരു 2300 സംതിങ് രൂപയുടെ ബില്ലായി. അതിന് അവരെനിക്കൊരു പൗച്ചും ഒരു ചെറിയ സെൻറ്റുമാണ് ഗിഫ്റ്റായിട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ ആ പൗച്ചിൽ തന്നെ എല്ലാ സാധനങ്ങളും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ എന്തായാലും എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാൻ പെറുക്കി എടുത്തിട്ട് ഇവിടുന്ന് പോവുകയാണ് മീൻസ് ഞാൻ പി ജിയിലോട്ട് പോവുകയാണ്. കുറച്ച് ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ദേ ഞാൻ പി ജിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ അടുത്തൊരു പാർക്കൊക്കെ ഉണ്ട് കേട്ടോ. ആ പാർക്കിൽ ഞാൻ ഒരു ദിവസം വന്നിട്ട് അതിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ഇടാം. അപ്പോൾ നമ്മുടെ പി ജിയിലേക്കുള്ള വഴി എത്തി. നമ്മുടെ പി ജി നേരെ കാണുന്ന റൈറ്റ് സൈഡിലുള്ളതാണ് കേട്ടോ പി ജി. ഇവിടെ ആളുകളൊക്കെ നിൽപ്പുണ്ടെങ്കിൽ ഞാനതൊന്നും മൈൻഡാക്കിയില്ല. കുനിഞ്ഞ് ഓരോ വീഡിയോ എടുത്തു. അപ്പോൾ ഇവിടെ ഫിംഗർ പ്രിൻ്റ് അല്ലെങ്കിൽ ആക്സസ് കാർഡ് കൊടുത്താൽ മാത്രമാണ് നമുക്ക് അകത്ത് പോകാൻ പറ്റൂ. അൺനോൺ പേഴ്സൺസിനൊന്നും അകത്ത് വരാൻ പറ്റില്ല. ഇതാണ് നമ്മുടെ പി ജിയുടെ അകംഭാഗം. ഓരോ ഫ്ലോറിനും കോമൺ ആയിട്ടൊരു ഫ്രിഡ്ജ് ഉണ്ട്. പിന്നെ വാഷിംഗ് മെഷീൻ ഒരു 6 എണ്ണം ടോപ്പിലാണ് ഉള്ളത്. ഈ ഡ്രോസൊക്കെ നമുക്ക് ചെരുപ്പുകളൊക്കെ വയ്ക്കാനായിട്ടാണ് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി പി ജിയും കാര്യങ്ങളുമാണ്. അപ്പോൾ ഇതാണ് എൻ്റെ റൂം. ഞാൻ ഫൈനലി റൂമിലേക്ക് വന്നു. നല്ല ടയേർഡ് ഉണ്ട്. അപ്പോൾ ഞാനൊരു ഫുഡ് ബ്രെഡ് ഓംലേറ്റിനാണ് ഓർഡർ ചെയ്തത്. നല്ലൊരു ചൂടായിട്ട് കോഫിയും ഇത് രണ്ടും കഴിച്ചിട്ട് ഫ്രഷ് ആയിട്ടൊന്ന് കിടക്കാമല്ലോ എന്ന് കരുതി. കാരണം എനിക്ക് ഒട്ടും വയ്യ, നല്ല ടയേർഡ് ഉണ്ട്. ജോലിയും കാര്യങ്ങളും കാരണം തലവേദന ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ കിടക്കാൻ പോവുകയാണ്. ബൈ ബൈ.